ചേച്ചി അല്പസമയത്തിനുള്ളിൽ സിനിമ വിടും. അപ്പോൾ നമ്മൾ ഇൻ്റർവെല്ലിൽ വരെ നല്ല പ്രതികരണമാണ് പ്രേക്ഷകരെ കിട്ടുന്നത്. അപ്പോൾ അത്രത്തോളം പ്രതീക്ഷയുണ്ട്. എനിക്ക് പ്രതീക്ഷയേക്കാൾ കൂടുതൽ സന്തോഷമാണ്, ഭയങ്കര സന്തോഷമാണ്. കാര്യം നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങൾക്ക് പോലും എല്ലാവരും ചിരിക്കുന്നു, കൈയടിക്കുന്നു. അത് പിള്ളേർ ഭയങ്കര റെസ്പോൺസ് കണ്ടപ്പോൾ ഞാനിപ്പോൾ ബാബുചേട്ടനൊക്കെ വിളിച്ചു വരുത്തിയതാണ് ഇത് കാണണ്ടേ. ബാബുചേട്ടൻ ടെൻഷൻ അടിച്ച് മാറി നിൽക്കുമായിരുന്നു. അപ്പോൾ ഞാൻ വിളിച്ചു വരുത്തിയതാണ്, വന്ന് കാണുക, എല്ലാവരുടെ റെസ്പോൺസ് കാണുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത്രയും ഭയങ്കര സന്തോഷമുണ്ട്. എല്ലാവരും ഇത്രയും ഞങ്ങൾ പോലും വിചാരിക്കാത്ത ഒരുപാട് സ്ഥലങ്ങളിൽ ആളുകൾ ചിരിക്കുന്നു. അതൊരു ഇത്രയും ഹ്യൂമർ ഇതിനകത്ത് ഉണ്ടാവും, ഇത്രയും വർക്കാവുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല. ഇതൊരു ഫാമിലി സബ്ജക്റ്റായിട്ട് എടുത്തത്, പക്ഷേ ഇതിപ്പോൾ ത്രൂ ഔട്ട് ആളുകൾ ചിരിക്കുന്നു, കൈയടിക്കുന്നു. ഒരുപാട് 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 സന്തോഷം, നന്ദി. അതെ, വലിയ പടമായി മാറട്ടെ. വലിയ പടമായിട്ട് തന്നെയാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഇതൊരു വലിയ പടമായി മാറട്ടെ, ഒരു വലിയ സക്സസ് ആയി മാറട്ടെ എന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റുള്ളൂ. ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്. ഇന്നലെ ഇന്നൊക്കെ ഷെയ്നൊക്കെ ഉപവാസം ഇരിക്കുകയാണ്. അത്രയും ഈ സിനിമയിലെ ആർട്ടിസ്റ്റ് എല്ലാവരും നമ്മുടെ കൂടെ അത്രയും കട്ടയ്ക്ക് നിന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ, ഞാൻ ഇത്രയും നാൾ സിനിമ ചെയ്തതിൽ എൻ്റെ ഒപ്പം നിന്നേക്കുന്ന ആർട്ടിസ്റ്റ് എല്ലാവരും ഓരോരുത്തരും. അപ്പം ഒരു സിനിമയ്ക്ക് വേണ്ടി ഉപവാസം ഇരിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ എനിക്ക് സിനിമയുടെ വിധി എന്തുമായിക്കോട്ടെ, പക്ഷേ എനിക്ക് ഒരുപാട് സെൽഫ് സാറ്റിസ്ഫാക്ഷൻ തരുന്നൊരു കാര്യമാണ് അത്. എൻ്റെ എല്ലാ ആർട്ടിസ്റ്റും എൻ്റെ ഒപ്പം നിന്നു. അവരിപ്പോഴും എല്ലാവരും കൂടെ തന്നെ നിൽക്കുന്നു. ഷെയ്നൊക്കെ ഇന്ന് കോഴിക്കോട് എല്ലായിടത്തും തിയേറ്റേഴ്സിൽ പോകുന്നുണ്ട്. ഞങ്ങളും എല്ലാ തിയേറ്റേഴ്സിലേക്കും പോകുന്നുണ്ട്, എല്ലാവരെയും കാണാൻ വരുന്നുണ്ട്. കണ്ണൂർ, കോഴിക്കോട് എല്ലായിടത്തും പോകുന്നുണ്ട്. അപ്പോൾ ഇത്രയും നല്ല പ്രതികരണം ലഭിച്ചതിൽ ഒത്തിരി സന്തോഷത്തിലാണ് ഇപ്പോൾ. ഷെയ്നിൻ്റെ കഴിഞ്ഞ സിനിമയൊക്കെ വൻപൻ ഹിറ്റ് തന്നെയായിരുന്നു. അപ്പോൾ ഈ സിനിമയും ഈ സിനിമ ഷെയ്ൻ്റെ ഒരു ഇമേജ് ബ്രേക്കിംഗ് സിനിമയായിരിക്കും. കാര്യം ഇതുവരെ കണ്ടേക്കുന്ന ഒരു വളരെ വിഷമിച്ചിരിക്കുന്ന ഒരു ഡിപ്രഷൻ സ്റ്റാർ എന്നൊക്കെ പേര് കേട്ട ആളാണ് ഷെയ്ൻ. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇപ്പോൾ ഷെയ്ൻ്റെ ഓരോ നോട്ടത്തിന് വരെ ഇവിടെ ചിരിയുണ്ട്. അപ്പോൾ ഷെയ്ൻ്റെ ഫാദറിനെ എല്ലാവർക്കും അറിയാവുന്നതുണ്ട്. കേരളം അറിയപ്പെട്ട ഒരു കൊമേഡിയനായിരുന്നു, ഒരു നല്ല ആക്ടറായിരുന്നു. അതിൻ്റെ എല്ലാ കഴിവുകളും ഉള്ളൊരു വ്യക്തിയാണ് ഷെയ്ൻ. അപ്പോൾ ഷെയ്ൻ ഈ സിനിമയിൽ ഷെയ്ൻ്റെ ആ ഒരു സൈഡാണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ സാധാരണക്കാരനായ ഒരു നാട്ടുംപുറംകാരൻ, ഇച്ചിരി ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ളൊരു നാട്ടുംപുറംകാരനാണ്. എറണാകുളത്ത് ജനിച്ച് വളർന്ന ഷെയ്ൻ നിഗത്തിന് സിബിച്ചനെ ക്യാരി ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചൊരു കാര്യമല്ല. പക്ഷെ അത് ഷെയ്ൻ സൂപ്പറായിട്ട് ചെയ്തു എന്നേ പറയാൻ പറ്റുള്ളൂ. ഇനി പടം കണ്ടിട്ട് എല്ലാവരും പറയട്ടെ.